Hi guys, good morning. Welcome back to my channel. That's Sophia. ഇപ്പോൾ സമയം 7 മണി കേട്ടോ. ഞാൻ എണീറ്റിട്ട് അധികം നേരം ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കത്തിൻ്റെ ഇതങ്ങ് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇന്ന് അധികം നേരം തട്ടി ഇരിക്കാനില്ല കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോവാണ്, ഒരു ഡ്രൈവ്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ഗൈസ് അലോങ്, കാരണം നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് റെഡി ആവാം. വിക്കി കുളിക്കാൻ പോയി, ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. ഹലോ, ഞങ്ങളിതാ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഇവിടെ പെട്രോൾ അടിക്കാൻ ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇവനെയും കൂടെ കൂട്ടി ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. സേ ഹായ്. ഹലോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം റിവീൽ ചെയ്യുന്നു. സിട്രസ് ട്രെയിൽ. യെസ്. അപ്പൊ ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവും ഒരു ബ്രേക്ക്ഫാസ്റ്റും ആണ് ഇന്നത്തെ പ്ലാൻ. നല്ല രസമുള്ള ക്ലൈമറ്റ്. ബാംഗ്ലൂർ ഇപ്പൊ വെതറൊക്കെ കുറച്ച് നല്ലതാണ്. അവിടെ ഇവിടെയും കുറച്ച് മഴ, കുറച്ച് തണുപ്പ്, അങ്ങനെയൊക്കെ. അപ്പൊ വെതർ എനിക്ക് ഇഷ്ടമുള്ള ഒരു സമയമാണ് കേട്ടോ. ഇന്ന് ദിവാലി വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും ട്രാഫിക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഹാഫ് ആൻ അവർ കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ട്. ഇനി ഒരു അനാദർ ഹാഫ് ആൻ അവറും കൂടെ ഉണ്ടാവും നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. നമ്മളൊരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് ഫോറസ്റ്റ് എന്താ പറയാ ബൗണ്ടറീസിന്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇത് ബന്നീർഘട്ട നാഷണൽ പാർക്കിന്റെ ഒരു പാർട്ടാണ്. ഇവിടെ സ്റ്റോപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മള് പോവാൻ പോകുന്ന റിസർവേഷൻ ലൈക്ക് റെസ്റ്റോറൻറ്റിൽ റിസർവ് ചെയ്തപ്പോൾ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് കാടിന്റെ ഇത് കൊടുങ്കാട്ടിലേക്കുള്ള എൻട്രി ആണോ അതോ കാടിന്റെ എക്സിറ്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. എക്സിറ്റ് ആണ് ഗൈസ്. പാടം പൂത്ത കാലം ഇവിടെ ഇലക്ട്രിക് ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് വന്യജീവികളാണാവോ ദൈവം ഇവിടെ ഉള്ളത്. നമ്മൾ ശരിക്കും കാട്ടിൻ്റെ നടുവിൽ കൂടെ ആണോ പോകുന്നത്. നമ്മൾ ആ എൻട്രൻസിലേക്ക് കൂടെ കടന്നാൽ പിന്നെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് വരെ എത്താൻ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ദിസ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ ഫോർ മീ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ക്ലൈമറ്റ്, നല്ല വെതർ. പിന്നെ ചുറ്റും ഇങ്ങനെ ഗ്രീനറിയും. നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ജംഗിളിൽ നിന്ന് ഒരു ആക്ച്വൽ ജംഗിളിലേക്ക് വരുമ്പോഴത്തൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ആ രാവിലെ ടൈം ആയതുകൊണ്ട് നല്ലൊരു റിഫ്രഷിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ സ്റ്റേയും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു എയർബിഎൻബി ഉണ്ട്, പക്ഷെ അത് സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് കോട്ടേജസ് ഉള്ളത്. ഞാനിപ്പോൾ ബോർഡ് വായിച്ചിട്ട് പറഞ്ഞതാണ്, എനിക്കറിയൊന്നുമില്ല. ഇനി നേരെയാന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടത്. ആക്ച്വലി താഴെ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഓ ഓ ഓ അവിടെ കോട്ടേജ് കാണാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ദൂരെ കാണുന്നുണ്ടോ, അതാണ് കോട്ടേജ്. ഇതിനുള്ളിൽ താമസിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നല്ലൊരു കുളിർമ. സത്യം പറഞ്ഞ സമയം ഇപ്പോൾ 9 മണിയായി, പക്ഷേ ഒട്ടും വെയിലില്ല, ചെറിയൊരു തണുപ്പ്. നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ എന്തോ തപ്പി എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഷൂ വാങ്ങിട്ടോ, അതാണ് കാണിച്ചു കൊടുത്തത്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. പോയി നോക്കാം. പച്ചപ്പിക്കാണ് പച്ച. എവിടെ? അയ്യോ വിക്കി എവിടെ? ഞങ്ങളിവിടെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ് ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ.
അപ്പോൾ എത്രത്തോളം ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ മെനു ഒക്കെ നോക്കി കഴിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടില്ല. ബട്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് വെരി സ്ലോ. ഇവിടുന്ന് പെട്ടെന്നൊന്നും പോകാൻ തോന്നില്ല. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് ഓർഡർ ചെയ്ത് സ്ലോ ആയിട്ട് കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ. ഭയങ്കര രസം. സ്ട്രോബെറി അല്ല എന്തായിരുന്നു, ഫ്രഷ് സ്ട്രോബെറി ആൻഡ് വാൾനട്ട് ഷേക്ക്. ഫ്രഷ് സ്ട്രോബെറി എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് കണ്ടിട്ട് ഇച്ചിരി സിറപ്പാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കൊള്ളാം. ഫ്രഷ് അല്ലാന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കത് പോരെ. വിക്കി ഓർഡർ ചെയ്തതൊരു സ്പൈസി മാർഗരീറ്റയോ എന്തായിരുന്നു, മാംഗോ മാർഗരീറ്റ. ചുറ്റും മുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു മാംഗോ, like nice mango with salt, tangy, I don't know what it is. ഓ നമ്മുടെ ഈ ഉപ്പും മുളക് ഇട്ട മാങ്ങയുടെ വൈബാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, പഴുത്ത മാങ്ങ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നിന്ന് എന്ത് പൊട്ട ഫുഡ് കഴിച്ചാലും ഈ വൈബിൽ നമുക്ക് സൂപ്പറാണെന്നിട്ട് തോന്നുന്നു. It's not that. It's actually. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. സിനമൺ പാൻകേക്സ്, കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ക്രീമി സ്ക്രാമ്പിൾഡ് എഗ്സ് വിത്ത് ചിപ്പോട്ട്ലി സോസ്, ചിക്കൻ സോസേജസ്, വിപ്ഡ് ക്രീം, മേപ്പിൾ സിറപ്പ്, സാലഡ്, പിന്നെ ഒരു എക്സ്ട്രാ സൈഡ് ഓഫ് ബേക്കൺ ആൻഡ് ചിക്കൻ സോസേജ് ആണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ പാൻകേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇതൊരു ഫുഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബിക്കോസ് ദ പോയിന്റ് വാസ് നോട്ട് അബൌട്ട് ഫുഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഒരു സൈഡ് ക്യാരക്ടർ, റൈറ്റ്? അപ്പോൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ നമ്മൾ പയ്യെ കഴിച്ചു. ഈ ഒരു സാൻഡ്വിച്ചും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്ഡേറ്റ്, ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആസ് ഐ റിയലൈസ്ഡ് it was nothing close to fresh strawberries. It was just strawberry ice cream all the way. ആക്ച്വലി നല്ല വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് രാവിലത്തെ സുഖം അധികം നേരം ഉണ്ടാവില്ല. 9 AM ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്പൺ ചെയ്യുന്നത്. സോ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ വരികയാണെങ്കിൽ കറക്റ്റ് 9 തന്നെ എത്തുന്ന പോലെ വരിക കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് കോമെൻറ്റായിട്ട് പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇറങ്ങി. ഇവിടെ കുറച്ച് നടക്കാനൊക്കെ ശ്രമിച്ചു, നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവണം. പക്ഷെ കൊതു എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഗൈസ്. അതുകൊണ്ട് I caught Vicky, my time with nature has expired. And it's time to go back. നമ്മൾ we spent some good time. നല്ല സ്ഥലമാണ് ഇത്. ഫുള്ളി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഫുഡ് ഭയങ്കര ഗ്രേറ്റ് അല്ല. സോ യു ഡോണ്ട് കം ഹിയർ ഫോർ ദ ഫുഡ്, കം ഹിയർ ഫോർ ദ ഡ്രൈവ് ആൻഡ് ഫോർ ദ വൈബ്സ്. നേച്ചർ, യാ. മസ്കിറ്റോ റിപ്പല്ലൻറ്റ് വുഡ് serve you good. അപ്പോൾ അത്രയേ ഉള്ളൂ. I hope you guys enjoyed. Until next time, toodles.